ഏവർക്കും PSC ഹെൽപ്പറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ റാങ്ക് ലിസ്റ്റും അതിൻ്റെ സാധ്യതകളുമാണ്. 2025 മെയ് 31 നിലവിൽ വന്ന LP റാങ്ക് ലിസ്റ്റിൽ 1550 ആളുകളാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഉപപട്ടികയിൽ 1386 പേരും ഭിന്നശേഷി പട്ടികയിൽ 38 പേരടക്കം ടോട്ടൽ 2974 ആളുകളാണ് ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ള മോഡൽ റൊട്ടേഷൻ ചാർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സാധ്യതകൾ പരിശോധിക്കുന്നത്. 4 രീതിയിലുള്ള സാധ്യതകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒന്നാമത്തെ സാധ്യത, കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ രീതിയിലുള്ള നിയമനങ്ങൾ മലപ്പുറം നടന്നാലുള്ള സാധ്യതകൾ. കഴിഞ്ഞ പ്രാവശ്യം 1204 പേർക്കാണ് മലപ്പുറം ജില്ലയിൽ നിയമനം ലഭിച്ചത്. അതിൽ 987 പേർ മെയിൻ ലിസ്റ്റിൽ നിന്നും ബാക്കി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്നുമായാണ് നിയമനങ്ങൾ നടന്നത്. രണ്ടാമത്തെ സാധ്യത എന്താണെന്ന് വെച്ചാൽ, ഈ വർഷം നിലവിൽ വന്ന മലപ്പുറം മെയിൻ ലിസ്റ്റിലെ 1550 പേർക്കും നിയമനം ലഭിക്കുമ്പോൾ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ എത്രത്തോളം നിയമന സാധ്യത എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. മൂന്നാമത്തെ സാധ്യത എന്തെന്ന് വെച്ചാൽ, ഈ രണ്ടിൻ്റെയും ഇടയിൽ 1350 നിയമനം നടന്നാലുള്ള സാധ്യതകളും 1350 നിയമനം നടക്കുമ്പോൾ സപ്ലി ലിസ്റ്റിലെ എത്ര പേർക്ക് നിയമന സാധ്യത ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. നാലാമത്തെ സാധ്യത എന്തെന്ന് വെച്ചാൽ, 1350-നും 1983-നും ഇടയിൽ 1600 ഒഴിവുകൾ ഉണ്ടാവുകയാണെങ്കിൽ ആർക്കൊക്കെയാണ് നിയമന സാധ്യത എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇങ്ങനെ 4 രീതിയിലുള്ള സാധ്യതകളാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള മോഡൽ റൊട്ടേഷൻ ചാർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കുന്നത്. നമ്മൾ തയ്യാറാക്കിയ ഈ സാധ്യതാ റൊട്ടേഷണൽ ചാർട്ടിൽ NCA, TPO എന്നിവ കഴിഞ്ഞ ലിസ്റ്റിൽ പെൻഡിംഗ് ഉള്ളത് വരുമ്പോൾ റൊട്ടേഷണൽ ചാർട്ടിൽ ചെറിയ മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാൽ വലിയൊരു മാറ്റം വരാനും സാധ്യതയില്ല. കഴിഞ്ഞ ലിസ്റ്റിൽ 987 ആളുകളാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. മെയിൻ ലിസ്റ്റിൽ ഉള്ള 987 പേരും ബാക്കി സപ്ലി ലിസ്റ്റിൽ നിന്നുമായി 1204 ആളുകൾക്കാണ് നിയമനം ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ നിയമന നില തുടർന്നാൽ 1204 ആളുകളെ എടുക്കുകയാണെങ്കിൽ നിയമന നില ഇങ്ങനെയായിരിക്കും: OC 916, EBT 933, മുസ്ലിം 912, OBC 1158, വിശ്വകർമ്മ 1012, EWS സപ്ലി 27, LC സപ്ലി 29, ഹിന്ദു നാടാർ സപ്ലിമെൻ്ററി 9, SC സപ്ലി 52, ST സപ്ലി 23, ധീവര സപ്ലി 10, SCCC സപ്ലി 11, SIUC നാടാർ സപ്ലി 5, ഡിഫറൻ്റ്ലി ഏബിൾ LV സപ്ലി 12, ഡിഫറൻ്റ്ലി ഏബിൾ LD സപ്ലി 7, ഡിഫറൻ്റ്ലി ഏബിൾ HI സപ്ലി 5, ഡിഫറൻ്റ്ലി ഏബിൾ M സപ്ലി 3. അടുത്തതായി അടുത്ത 3 വർഷം 1350 ആളുകളുടെ നിയമനമാണ് നടക്കുന്നതെങ്കിൽ നിയമന നില എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഓപ്പൺ കാറ്റഗറിയിൽ 1042 റാങ്കും, EBT 1043 റാങ്കും, മുസ്ലിം 1041 റാങ്കും, OBC 1260 റാങ്കും, വിശ്വകർമ്മ 1061 റാങ്കും, EWS സപ്ലിമെൻ്ററി ലിസ്റ്റ് 41, LC സപ്ലി 34, ഹിന്ദു നാടാർ സപ്ലി 10, SC സപ്ലി 63, ST സപ്ലി 26, ധീവര സപ്ലി 12, SCCC സപ്ലി 13, SIUC നാടാർ സപ്ലി 7, ഡിഫറൻ്റ്ലി ഏബിൾ LV സപ്ലി 13, ഡിഫറൻ്റ്ലി ഏബിൾ LD സപ്ലി 9, ഡിഫറൻ്റ്ലി ഏബിൾ HI. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് 1600 ഒഴിവുകൾ ഉണ്ടാവുകയാണെങ്കിൽ ആർക്കൊക്കെയാണ് നിയമന സാധ്യത എന്നുള്ളതാണ്. ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് 1240 റാങ്കും, EBT 1253, മുസ്ലിം 1239, OBC 1502, വിശ്വകർമ്മ 1282, EWS സപ്ലി 66, LC സപ്ലി 44, ഹിന്ദു നാടാർ സപ്ലി 13, SC സപ്ലി 83, ST സപ്ലി 31, ധീവര സപ്ലി 14, SCCC സപ്ലി 15, SIUC നാടാർ സപ്ലി 9, DALV സപ്ലി 14, DALD സപ്ലി 11, DAHI സപ്ലി 5, DAM സപ്ലി 3. മെയിൻ ലിസ്റ്റിലുള്ള 1550 പേർക്കും നിയമനം ലഭിക്കണമെങ്കിൽ നമ്മുടെ റൊട്ടേഷൻ ചാർട്ട് പ്രകാരം 1983 ഒഴിവുകൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ നിയമന നില ഇങ്ങനെയായിരിക്കും: മുസ്ലിം പൂർണ്ണമായും മെയിൻ ലിസ്റ്റിൽ നിന്ന് പോകുന്നതായിട്ടാണ് കാണുന്നത്. ബാക്കിയുള്ള എല്ലാ റിസർവേഷൻസും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്നാണ് പോകുന്നത്. മുസ്ലിം 1547 റാങ്ക് മെയിൻ ലിസ്റ്റ്, EBT
സപ്ലിമെൻ്ററി ലിസ്റ്റ് നമ്പർ 2, OBC സപ്ലി 10, വിശ്വകർമ്മ സപ്ലി 5, EWS സപ്ലി 104, LC സപ്ലി 59. ഹിന്ദു നാടാർ പൂർണ്ണമായും കഴിഞ്ഞിരിക്കുന്നു. SC സപ്ലി 114, ST സപ്ലി 38, ധീവര സപ്ലി 18, SC CC സപ്ലി 19, SI UC നാടാർ സപ്ലി 13, ഡിഫറൻ്റ്ലി ഏബിൾഡ് LV സപ്ലി 14, ഡിഫറൻ്റ്ലി ഏബിൾഡ് LD സപ്ലി 15, ഡിഫറൻ്റ്ലി ഏബിൾഡ് HI സപ്ലി 5, ഡിഫറൻ്റ്ലി ഏബിൾഡ് M സപ്ലി 3. മറ്റുള്ള ജില്ലകൾ വെച്ച് നോക്കുമ്പോൾ മലപ്പുറം ജില്ലയുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ 2 പ്രാവശ്യത്തെ മലപ്പുറം ജില്ലയിലെ LP ലിസ്റ്റുകളിലും മെയിൻ ലിസ്റ്റ് പൂർണ്ണമായും പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ്.